ഫ്രീ ആയിട്ട് ട്രേഡിംഗ് പഠിക്കാനുള്ള വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത അബ്സല്യൂട്ട് ആയിട്ടുള്ള ബിഗിനേഴ്സിന് ബിഗിനിങ് മുതൽക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ തുടക്കം മുതൽക്കേ ഈ ഒരു വീഡിയോ സീരീസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ട്രേഡിംഗിലോട്ട് കടന്നു വരുന്ന ഏതൊരാളുടെയും ഒന്നാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ബ്രോക്കർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ കാലത്ത് ഒരുപാട് ട്രേഡിംഗ് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. ഒരുപാട് സ്കാമുകൾ തട്ടിപ്പുകൾ ഉള്ള ഒരു മേഖല കൂടിയാണ് ട്രേഡിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള വിഡ്രോവൽസും ഡെപ്പോസിറ്റും എല്ലാം ആക്റ്റീവ് ആയിട്ട് നടക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഗ്ലോബൽ ബ്രോക്കർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് എക്സം എന്നുള്ളൊരു ഗ്ലോബലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ആയിരിക്കും നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കാൻ പോകുന്നതും. സോ എക്സാമിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ മാർക്കറ്റിലും വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലും UAE-യിലും അവൈലബിൾ ആണ് എക്സം. അപ്പോൾ എക്സമിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ എക്സം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും അടുത്ത മാസം നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്ന ഡെമോ ട്രേഡിംഗ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സാമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ എക്സാമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള എക്സാമിന്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതേ രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ എൻ്റെ കമന്റ് ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സാമിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഹോം പേജിന്റെ ലിങ്ക് ഓപ്പൺ ആയി വരും. സോ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണോ വിസിറ്റ് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് ഇവിടെ കൺട്രി ഓഫ് റെസിഡൻസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. അതിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തൊട്ട് താഴെ ഹാവ് എ പാർട്ട്ണർ ഓർ റെഫറൽ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ കോഡ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വരും. സോ അവിടെ മറക്കാതെ നിങ്ങൾ എൻ്റെ പാർട്ട്ണർ കോഡ് ടൈപ്പ് ചെയ്യുക. FBX6Y എന്നുള്ള ഈ ഒരു പാർട്ട്ണർ കോഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അവിടെ മെൻഷൻ ചെയ്യണം. കാരണം അടുത്ത മാസം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഡെമോ കോമ്പറ്റീഷൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു എൻ്റെ ലിങ്ക് ഉപയോഗിച്ചിട്ടല്ല അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ കോഡ് യൂസ് ചെയ്യാതെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെമോ കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പാർട്ട്ണർ കോഡ് മറക്കാതെ എൻ്റർ ചെയ്യുക. ഓക്കെ, പാർട്ട്ണർ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അതായത് ID ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ മൊബൈലിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. മൊബൈലിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ മൊബൈലിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സമിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അതായത് ഹോം പേജിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ലോഗിൻ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇമെയിൽ IDയും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിന് താഴെ ഈ ഒരു പാർട്ട്ണർ കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ പാർട്ട്ണർ കോഡ് അടിക്കുക. തൊട്ട് താഴെയുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിലോട്ട് ഒരു ഇമെയിൽ പോകും. സോ നിങ്ങളുടെ ഇമെയിൽ തന്നെയാണോ കൺഫേം ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ഇമെയിൽ കൺഫേം ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും എക്സമിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. എക്സമിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും കാണുക. അതായത് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്, അതേപോലെ തന്നെ മാനേജ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെരിഫൈ യുവർ അക്കൗണ്ട് ടു അൺലോക്ക് 100% ഡെപ്പോസിറ്റ് ബോണസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ UAE-യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UAE നമ്പർ അവിടെ മെൻഷൻ ചെയ്യുക. ഇനി അതല്ല ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ ഒരു OTP നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആവും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം, ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്രസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് ഡോക്യുമെൻ്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ അഡ്രസ് പ്രൂഫായിട്ട് ഏത് ഡോക്യുമെൻ്റ് ആണോ കൊടുക്കുന്നത് ആ ഡോക്യുമെൻറ്റിലുള്ള അതേ അഡ്രസ്സ് അതേപോലെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷനിൽ ഒരു എററോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്രസ് ഡോക്യുമെൻ്റ് ആദ്യം നോക്കുക. നിങ്ങളുടെ യൂട്ടിലിറ്റി ബില്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും
ആർക്കെങ്കിലും അഡ്രസ് പ്രൂഫായിട്ട് ഏതാണോ ഡോക്യുമെന്റ് കൊടുക്കുന്നത് അതിൽ എന്താണ് കറക്റ്റ് അഡ്രസ്സ് അതിവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റനെയർ വരും. അതായത് ലെറ്റ്സ് ആഡ് യുവർ ഇൻവെസ്റ്റർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് എസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അത് നമ്മൾ ഓൾറെഡി CFD ട്രേഡിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എസ് കൊടുത്താലും നോ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. സോ മെയിനായിട്ട് 3 വെരിഫിക്കേഷൻ ആണ് ഉള്ളത്. ഒന്ന് നിങ്ങളുടെ ID വെരിഫിക്കേഷൻ. നിങ്ങളിപ്പോൾ UAE എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എമിറേറ്റ്സ് ഐഡിയുടെ ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുക. ഇനി അതല്ല നിങ്ങളുടെ നാട്ടിലാണ് ഇന്ത്യയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആധാർ കാർഡിന്റെ ഫ്രണ്ടും ബാക്കും അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ലൈവ്നെസ് ചെക്ക് ചെയ്യാനുള്ള ഒരു വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങളുടെ ഫേസ് വെരിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് വെരിഫൈ ആവും. അത് കഴിഞ്ഞതിന് ശേഷം അഡ്രസ്സ് വെരിഫൈ ചെയ്യാനുള്ള അഡ്രസ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു അഡ്രസ് പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സക്സസ്ഫുള്ളി അപ്ലോഡഡ് യുവർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ, സോ മോസ്റ്റ്ലി ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് വെരിഫൈ ആവും. വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അക്കൗണ്ട് വെരിഫൈഡ് ആണോ വെരിഫൈഡ് അല്ലേ എന്ന് കാണിക്കും. സോ വെരിഫിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ വെരിഫൈ ആവും. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് വെരിഫൈ ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും XML ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളിവിടെ XML വീണ്ടും ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ അക്കൗണ്ട് ഈസ് വെരിഫൈഡ്, ഡെപ്പോസിറ്റ് ടു ക്ലെയിം യുവർ 100% ഡെപ്പോസിറ്റ് ബോണസ്. അതായത് നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ റിയൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് റിയൽ ട്രേഡ് കാര്യങ്ങൾ എടുക്കാൻ എല്ലാം ഓക്കെ ആണ്, വെരിഫൈഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ XML ഉള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. അതായത് നമ്മുടെ അക്കൗണ്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ബാലൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിന്റെ അൺറിയലൈസ്ഡ് P&L, ബാലൻസ്, മാർജിൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ ഡെമോ എന്നുള്ള 2 ഓപ്ഷൻ കാണിക്കും. സോ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത് റിയൽ അക്കൗണ്ട് ആണ്. ഈ നമ്മൾ റിയൽ ആയിട്ടുള്ള ട്രേഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലോട്ടാണ് നമ്മൾ റിയൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ XML ഉള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡെമോ അക്കൗണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഈ ഒരു ഡെമോ അക്കൗണ്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബൈ ഡിഫോൾട്ട് $10,000 ബാലൻസ് ഉണ്ടാവും. ഇത് ഡെമോ ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ട്രേഡ് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കാര്യങ്ങൾ ആവുന്നത് വരെ, ഇപ്പോൾ റിയൽ ആയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള ട്രേഡ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് ആവുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മേ ബി ഡെമോ അക്കൗണ്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയൊരു ക്യാഷൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, റിയൽ ക്യാഷ് കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, കാരണം ഡെമോ അക്കൗണ്ടിൽ അതൊരു ഡെമോ ക്യാഷ് ആയത് കാരണം കൊണ്ട് തന്നെ നമ്മളതൊരു ഈസി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഈവൻ ചെറിയൊരു ക്യാഷ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ XML ഒന്നാമതായിട്ട് ആദ്യം ലോഗിൻ ചെയ്താൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് പറയാം. നമ്മളിവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ലെവറേജ് എന്നുള്ളത് 1000:1 ആണ് ബൈ ഡിഫോൾട്ട് ഇതിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം ലെവറേജ് ഒരുപാട് കുറച്ച് ഒരു 5:1 അല്ലെങ്കിൽ ഒരു 10:1 ആക്കുക. ഓക്കെ, അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് ട്രേഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലെവറേജ് യൂസ് ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രോക്കേഴ്സും ഒരുപാട് ലെവറേജ് നമുക്ക് തരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ $1,000 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് $10,000 $1,00,000 ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ സാധിക്കും, വാങ്ങാനും വിൽക്കാനും എല്ലാത്തിനും സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റും കൂടുതലാണ്, ലോസും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റിസ്ക് ഭയങ്കര കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ നമ്മളിവിടെ മാനേജ്, ഇപ്പോൾ എല്ലാ അക്കൗണ്ടിലും ലെവറേജ് ഒരു മാക്സിമം ഒരു 10:1 ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. സോ ഇവിടെ മാനേജിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ലെവറേജ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1:1 മുതൽക്ക് 1000:1 വരെ ലെവറേജ് XM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒരു 10:1 ആക്കി വെക്കുക. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റലി നമ്മളിപ്പോൾ ഒരു റോങ് ട്രേഡ്, ഇപ്പോൾ നമ്മൾ വലിയൊരു ലെവറേജിലൊക്കെ ഒരു ഹൈ പൊസിഷൻ ഒക്കെ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്കാണ്, പക്ഷേ ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലെവറേജ് ആദ്യം ചേഞ്ച് ചെയ്യുക. അതിപ്പോൾ ഡെമോ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും റിയൽ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും ഈ ലെവറേജ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യുക. ഓക്കെ, 1000:1 മാറ്റിയിട്ട് ഒരു 10:1 ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ സേഫ്. ഓക്കെ, ഇനി അതിലും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ
സാധിക്കും റെഫർ എ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ബോണസിൻ്റെ ഓപ്ഷൻസ് എത്രമാത്രം എലിജിബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സാമിലുള്ള ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസ്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, അതായത് 3 ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ആദ്യത്തെ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ അക്കൗണ്ടിൽ നിങ്ങൾ $200 ഡെപ്പോസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് എക്സം $200 ഫ്രീ ആയിട്ട് തരും. നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് $400 ആവും. ഇനി രണ്ടാമത്തെ ഡെപ്പോസിറ്റിൽ നിങ്ങൾ $1000 ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ $500 എക്സം ഫ്രീ ആയിട്ട് തരും. അങ്ങനെ നിങ്ങളുടെ ബാലൻസ് $1500 ആവും. ഇനി അപ് ടു മൂന്നാമത്തെ ഡെപ്പോസിറ്റ് അപ് ടു $5000 വരെ 20% വരെ നമുക്ക് ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇന്നത്തെ കാലത്ത് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പൈസ കൊടുത്തിട്ട് ഫീസ് കൊടുത്തിട്ട് ആളുകൾ ട്രേഡിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ 20,000, 30,000, 50,000 രൂപയൊക്കെ ആളുകൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് ഓൾറെഡി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത്തരത്തിലുള്ള ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ റിയൽ ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നമുക്ക് ഇനീഷ്യലി കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബിൾ ക്യാഷ് ആണ് നമുക്ക് ഇനീഷ്യലി നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു $200 നിങ്ങളുടെ ഒരു ട്യൂഷൻ ഫീ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാണ് എന്നുണ്ടെങ്കിലും അവിടെ എക്സാം അഡീഷണലി നിങ്ങൾക്ക് ഒരു ഫീച്ചർ തരുന്നുണ്ട്. അതായത് അഡീഷണലി എക്സാം കൂടെ $200 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു $200 നിങ്ങളുടെ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങളിത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ട്രേഡ് കാര്യങ്ങളൊക്കെ എടുത്ത് ലോസ് ആയാലും സ്റ്റിൽ എക്സാം തരുന്ന $200 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റബിൾ ആവാനുള്ള എല്ലാ കാര്യങ്ങളും എക്സാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് സീരീസും ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സീരീസ് ആണ്. അപ്പോൾ ഇനീഷ്യലി ഒരുപാട് ക്യാഷ് സ്പെൻഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനും സേഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡെപ്പോസിറ്റ് ബോണസിന്റെ കാര്യം. സോ ഞാൻ എന്തായാലും ഒരു $200 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ഡെപ്പോസിറ്റ് ബോണസ് ക്ലെയിം ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ എടുക്കുന്ന ട്രേഡിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പിയർ ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇപ്പോൾ ഒരു ബിഗിനർ ആയത് കാരണം കൊണ്ട് തന്നെ ബ്രോൺസ് ലെവലിലാണ് ഉള്ളത്. അതിന്റെ തൊട്ട് താഴെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്സ്, ഇപ്പോൾ സിൽവറിന്റെ പ്രൈസ് എത്ര പെർസെൻറ്റേജ് കൂടി, അത്തരത്തിലുള്ള ഇപ്പോൾ ഓരോ ക്രിപ്റ്റോ കറൻസികളുടെ പ്രൈസ് ഒക്കെ എത്രമാത്രം കൂടി കുറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി തൊട്ട് താഴെ നിങ്ങളിവിടെ മാർക്കറ്റിൽ ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റും അതേപോലെ തന്നെ ചാർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാം, ലെവറേജ് കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാം, ടാർഗറ്റ്, പ്രോഫിറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ ഓരോ അസറ്റ്സ്, ഇപ്പോൾ ഇതിപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടാണ്, ഇതിപ്പോൾ BTC ചാർട്ടാണ്. ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ $4293 ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് $64,294 ആണ്. അതിൻ്റെ ചാർട്ട് കാര്യങ്ങൾ, ഒരുപാട് ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ എന്തായാലും എക്സാമിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സാമിലോട്ട് എങ്ങനെ ഒരു $200 ഡെപ്പോസിറ്റ് ചെയ്ത് നോക്കാം, ഏതൊക്കെ പേയ്മെന്റ് മെത്തേഡുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് $200 നമുക്ക് അഡീഷണൽ ആയിട്ട് ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് കിട്ടും. സോ ഞാനിവിടെ എങ്ങനെ ഒരു $200 ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ $100 $50 എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് കിട്ടും. ഓക്കെ, ഞാനിവിടെ ഡെപ്പോസിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഫണ്ട് ചെയ്യാൻ സാധിക്കും. ഇന്റർനാഷണൽ വയർ ട്രാൻസ്ഫർ ഉണ്ട്. വയർ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സാമിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ആ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്കിൽ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ട് എത്ര $ആണ് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അത് ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മുടെ എക്സാം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. സോ ഇത് മേ ബി ഒരു ദിവസം 2 ദിവസമൊക്കെ എടുക്കും. ഏറ്റവും ഈസി ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകൾ, ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ആവുന്ന മെത്തേഡുകൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതേപോലെ തന്നെ ആപ്പിൾ പേ, അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസികൾ വെച്ചിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എത്ര $ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ $100 ആണെന്നുണ്ടെങ്കിൽ $100, $200 ആണെന്നുണ്ടെങ്കിൽ മിനിമം $50 മുതൽക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കാൻ പറയും. അത് ഡെപ്പോസിറ്റ് കൊടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. ഓക്കെ, ആപ്പിൾ പേ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ക്രെഡിറ്റ് ആവും. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ക്രിപ്റ്റോ വാലറ്റിൽ ക്യാഷ്
ക്യാഷ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ക്രിപ്റ്റോ കറൻസി ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു $200 ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ സെലക്ട് ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്നുള്ളത് കാണിക്കും. അതായത് നമുക്ക് USDT ആണോ നമ്മുടെ കയ്യിലുള്ളത്, USDC ആണോ. ഇപ്പോൾ അധികം ആളുകൾ USDT വെച്ചിട്ടായിരിക്കും പേ ചെയ്യുക. സോ എൻ്റെ കയ്യിൽ USDT ഡോളറാണ് ഉള്ളത്. അപ്പോൾ USDT സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ $200 ടൈപ്പ് ചെയ്യുന്നു. ഈ 2 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്ത് വാണിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നമ്മുടെ പേയ്മെൻറ്റ് ബ്ലോക്ക് ചെയിൻ മാറി അയക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഏത് നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യുന്നത് അതേ ഒരു നെറ്റ്വർക്ക് വഴി തന്നെ അയക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. അതിനുശേഷം ഏത് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ അയക്കുന്നത് എന്നിവിടെ ചോദിക്കും. സോ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ്. അതാണ് ഫീസ് കാര്യങ്ങളൊക്കെ കുറവുള്ളത്. കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ USDT അയക്കാനുള്ള അഡ്രസ്സ് ഇവിടെ എക്സം തരും. ഓക്കെ, സോ പേ ചെയ്യുന്നത് $200 ആണ്. അതേപോലെ തന്നെ ഈ അഡ്രസ്സിലോട്ടാണ് നമുക്ക് USDT അയക്കേണ്ടത്. അപ്പോൾ ഇവിടെ QR കോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ QR കോഡ് കിട്ടും. സോ ഈ ഒരു QR കോഡിലോട്ട് ഞാൻ $200 അയക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ അയച്ചതിന് ശേഷം എത്ര സമയം എടുക്കും ഇത് ക്രെഡിറ്റ് ആവാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ എൻ്റെ മൊബൈൽ വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം $200 ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് $200 ഈ ഒരു വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ വിഡ്രോവൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ എത്രമാത്രം ടൈം എടുക്കും എന്ന് നമുക്കൊന്ന് ഇവിടെ നോക്കാം. മേ ബി ഇതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സായിട്ട് $200 നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഓൾറെഡി 1 മിനിറ്റ് പോലും ആയില്ല ഈ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സായി കണ്ടില്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ ബൈനാൻസിൻ്റെ വാലറ്റിൽ നിന്നും $200 ട്രാൻസ്ഫർ ആക്കിയപ്പോൾ ഈ ഒരു XML ഇപ്പോൾ $200 ക്രെഡിറ്റ് ആയി. $200 ക്രെഡിറ്റ് ആയി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഡെപ്പോസിറ്റ് ഹിസ്റ്ററി നിങ്ങൾ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും $200 ക്രെഡിറ്റ് ആയി. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് $400 ആയി. ഓക്കെ, ഇത് $200 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. എൻ്റെ ടോട്ടൽ മാർജിൻ $400 ആയി. എനിക്കിനി $400 ഉപയോഗിച്ചിട്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ $200 ആണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് $400 ബാലൻസ് ആയി. സോ ഇനി $200 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ലോസ് ആയാലും എനിക്ക് സ്റ്റിൽ അവിടെ $200 ഇനിയും ഉണ്ടാവും. ആ ഒരു $200 ഉപയോഗിച്ചിട്ട് എനിക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ആ ക്യാഷ് എല്ലാം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡുകളാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്യാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം, എങ്ങനെ നമുക്ക് ബിറ്റ് കോയിനിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം, ലെവറേജ് എങ്ങനെ സെറ്റ് ചെയ്യാം, ടാർഗറ്റ് പ്രോഫിറ്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ XML ഒരു അക്കൗണ്ട് ഇനിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു റിയൽ അക്കൗണ്ടും ഒരു ഡെമോ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇതെല്ലാം റിയൽ ആയിട്ട് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ചെറിയൊരു എമൗണ്ട്, ഇപ്പോൾ ഇതേപോലെ $200 അല്ലെങ്കിൽ $100 ഈവൻ $50 ആണെന്നുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെക്കുക. അടുത്ത വീഡിയോസ് മുതൽ നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങുന്നതും വിൽക്കുന്നതും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ ആവശ്യമുള്ള ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.